പ്രേയർ ആരാണ് പാടുന്നത്? ഞാൻ പറയാം മിസ്. അതിന് ചെറിയ കുട്ടിയാണോ അല്ലെങ്കിൽ മാരീഡ് ആണോ? മാരീഡാ, ഒരു കുഞ്ഞാവയുണ്ട്. ആണോ? ശബ്ദം ചെറുതായിട്ടൊന്ന് ചോദിച്ചു കേട്ടോ. 25 age. Good afternoon, Miss. Good afternoon, all. Dear God, I come to you with a heart that's pure and true. Guide me on my daily way and fill my life with love each day. My parents, teachers, and friends do bless and keep us all in happiness. Thank you. Thought of the day ആരാണ്? ഞാൻ പറയാം മിസ്. Thought of the day. Dream is not that you see in sleep. Dream is something that does not let you sleep. By APJ Abdul Kalam. Okay, very good. Good afternoon to all. Good afternoon. ഭക്ഷണം കഴിച്ചു എല്ലാവരും? ഭക്ഷണമൊക്കെ കഴിച്ചോ? നോ മിസ്. നോ മിസ്. എന്താ അക്ഷയ? ക്ലാസ് കഴിഞ്ഞിട്ടാ കഴിക്കാറ്. ആണോ? ക്ലാസ് കഴിയുമ്പോൾ രാവിലെ? അത് കുഴപ്പമില്ല. മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചു. അപ്പൊ രാവിലെ എപ്പോഴാ കഴിച്ചു ഭക്ഷണം? രാവിലെ ഒരു 9 മണി അങ്ങനെ. വിശക്കുന്നില്ലേ? ഇല്ല. അശ്വതി മിസ് ലീവായതുകൊണ്ട് കയറേണ്ടി വന്നാണ് കേട്ടോ. ഞാനപ്പോ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റേ തിയറി പഠിപ്പിക്കാന്ന് ഓർത്തായിരുന്നു, കഗ്നിറ്റീവ് തിയറി. പക്ഷെ നിങ്ങൾ ആരും സ്ട്രെങ്ത് ഇല്ലല്ലോ ഇപ്പൊ, കുറച്ച് പേരുള്ളൂ. യെസ്, നമ്മൾ അന്ന് ചെയ്ത ആക്ടിവിറ്റി പോലെ ഒന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു സ്പീച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ അന്ന് തന്ന പോലെ ടോപ്പിക്സ് അല്ല തരുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? Yes, miss. ടുഡേ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. അതായത് നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ ഒരു മൊമെന്റ് വരെയുള്ള ഒരു ലൈഫ്, മനസ്സിലായോ? നിങ്ങൾ എന്ന് മുതല് ഇന്ന് വരെ എന്നുള്ളത് ടോപ്പിക്. നിങ്ങൾ എന്തായിരുന്നു ഇവിടം വരെ, ഇന്ന് വരെ നിങ്ങൾ എന്തായിരുന്നു, ഏതൊക്കെ വഴിയിലൂടെ കടന്നു പോയി, ഏതൊക്കെ സാഹചര്യങ്ങൾ കടന്നു, ബ്രീഫ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ ഓരോരുത്തർക്കും? നിങ്ങൾ പഠിച്ച കോളേജ്, സ്കൂള്, അതുമായി ബന്ധപ്പെട്ടൊക്കെ. സംസാരിക്കുന്ന ഒരാളൊന്ന് പറഞ്ഞു കൊടുത്താല് പിന്നെ ബാക്കിയുള്ളവരത് പറഞ്ഞോളൂ. ആരാ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ അബൌട്ട് സ്കൂൾ ലൈഫ് മതി. ഇനി മറ്റുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ സ്കൂൾ ലൈഫ് ഇവിടെ വരെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു പഠനാനുഭവങ്ങൾ, പഠിക്കുന്ന കാലത്തെ അനുഭവങ്ങള് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് താരെന്താ മിണ്ടാത്തെ?
ഞാൻ പറയാം മിസ്. ആ എൻ്റെ പേര് ശ്യാമള. ഞാൻ എൻമാരിയിലാണ്. 2 പെൺകുട്ടികളുണ്ട്. പിന്നെ എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്. ഞാൻ ജനിച്ചു വളർന്നത് മംഗലം എന്ന സ്ഥലത്താണ്. അവിടെ അടുത്തുള്ള സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. അതായത് LP, UP, ഹൈസ്കൂൾ വരെ അവിടെ മംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. പിന്നീട് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നങ്ങിയാറുകുളങ്ങര എന്ന് പറയുന്ന TKMM കോളേജിലാണ് ഡിഗ്രി ചെയ്ത്. പിന്നെ ഞാൻ PG ചെയ്ത്. അത് പ്രൈവറ്റായിട്ടാണ് ചെയ്തത്, മാവേലിക്കര ഇമ്പീരിയൽ കോളേജ്. അതിനുശേഷം അത് കഴിഞ്ഞായിരുന്നു കല്യാണം, പിന്നെ 2 കുട്ടികൾ. കഴിഞ്ഞ് ഞാൻ പിന്നെ ട്യൂഷൻ ഫീൽഡിലുണ്ട്. 10-15 വർഷമായിട്ട് ഇപ്പോഴും ട്യൂഷൻ ഫീൽഡിലുണ്ട്. ഇങ്ങനെ പോന്നു. ട്യൂഷൻ പിന്നെ എത്ര നാളായിട്ട് എടുക്കുന്നു? ട്യൂഷൻ എത്ര നാളായിട്ട് എടുക്കുന്നു? ട്യൂഷൻ ഒരു 10-15 വർഷത്തിന് മുകളിലായിട്ട് ട്യൂഷൻ ഫീൽഡിലുണ്ട്. ആണോ? വെരി ഗുഡ്. ഏതാണ് ഇങ്ങനെ എടുക്കുന്നത് സബ്ജക്റ്റ്? ഇംഗ്ലീഷാണ് എടുക്കുന്നത്. MA ഇംഗ്ലീഷാണോ? എക്കണോമിക്സ് ആണ് പഠിച്ചത്. ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. പക്ഷേ വെരി ഗുഡ്. ഇപ്പൊ ടീച്ചറാകണം എന്നുള്ളത് തന്നെയായിരുന്നു മോഹം. ഇപ്പം നമുക്ക് ഒരുപാട് സമയം കഴിഞ്ഞു പോയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ, അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വീണ്ടും വന്നത്. അപ്പൊ മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്തത് എന്തുകൊണ്ടാ? സോറി, മോണ്ടിസോറി ജോയിൻ ചെയ്യാനുള്ള ആഗ്രഹം അതെന്തായിരുന്നു? എങ്ങനെയാണത്? ഇത് നമ്മൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊച്ചുകുട്ടികളുടെ ഫീൽഡിലോട്ട് പോകാനാണ് താല്പര്യം കൂടുതൽ. അപ്പം നമ്മളത് ഇതിനകത്തൂടെ ഒരു പരസ്യം കണ്ട് ഇത് സ്മാർട്ട്സിയുടെ ഇതിലോട്ട് ജോയിൻ ചെയ്തു. പിന്നെ ആ ആഗ്രഹം സഫലീകരിക്കാനായിട്ട്. ഓക്കെ, അടുത്ത ആരാണ്? അയന. എൻ്റെ പേര് അയനമ്മ ഷാജി. ഇടുക്കിയിലെ മുരിക്കാശ്ശേരിയിലാണ് താമസിക്കുന്നത്. ഞങ്ങള് 3 കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ചോളൂ. എന്തോ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ചോളൂ. പേടിക്കണ്ട. സംസാരിക്കുമ്പോ ഞങ്ങള് 3 പെൺകുട്ടികളാണ്. അച്ഛൻ, അമ്മ, ഞങ്ങൾ 3 പേര്. ഞാൻ നടുക്കത്തെ ആളാണ്. മൂത്തയാള് ഇതിൻ്റെ അകത്ത് ആണോ? മിസ് എത്രാമത്തെയാ? ഞാൻ 3ാമത്തെ. ഞാൻ മൂത്തയാള് ഇതിൻ്റെ അകത്ത് ജോയിൻ ആയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. ഷാനിമോൾ. ഇപ്പൊ ഉണ്ടോ ക്ലാസ്സിലല്ലോ? അവള് കുഞ്ഞാവയ്ക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കാം, അപ്പൊ ഇപ്പൊ കേറിയിട്ടില്ല. ഞാൻ പഠിച്ചതൊക്കെ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് സ്കൂളിലാണ്. ഡിഗ്രി +1 +2 ചെയ്തത് 16 കണ്ടം. പിന്നെ BCom പഠിച്ചത് പാവനാൻമ കോളേജ്, നമ്മുടെ ഇവിടെ അടുത്തുള്ള കോളേജ് തന്നെയാ. പിന്നെ MCom ചെയ്തു, അത് ഡിസ്റ്റന്റ് ആയിട്ടാ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ കോളേജൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഇതുകൂട്ട് +1 +2 ആയിരുന്നു. അപ്പൊ എനിക്ക് BCom എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ BCom ഇവിടെ തന്നെ കിട്ടി. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ 5 മിനിറ്റ് നടന്നാൽ മതിയായിരുന്നു. ചേച്ചി അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പൊ പോയി വരാനൊക്കെ എളുപ്പമായിരുന്നു, വേറെ കൊണ്ട് പോകുന്നും വേണ്ടായിരുന്നു. പിന്നെ NSSലൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഒക്കെ വലിയ സെറ്റപ്പ് ആയിരുന്നു. NSS ഉണ്ടായ ആളാണ് ഇങ്ങനെ പതിയെ സംസാരിക്കുന്നത്. ക്യാമ്പിനൊക്കെ പോയായിരുന്നു. അത് കമ്പൽസറി ആയിരുന്നു. 3 ഡേ ക്യാമ്പും ഉണ്ടായിരുന്നു, പിന്നെ 7 ഡേ ഉണ്ടായിരുന്നു. +1ലും ഉണ്ടായിരുന്നു NSSന്. അപ്പൊ അതിനും പോയായിരുന്നു. ക്യാമ്പൊക്കെ സോഷ്യലി ആക്റ്റീവ് ആയ ഒരു കുട്ടിയാണ് അയന. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാ. നമ്മുടെ നമ്മള് ചിലപ്പോ ഇറക്കി നിൽക്കുന്നു, അത്രയൊക്കെ. പിന്നെ MCom ചെയ്ത് ഡിസ്റ്റന്റ് ആയിട്ടാ ചെയ്തത്. അത് കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞാവയുണ്ട്, 1 വയസ്സുള്ള ഒരു കുഞ്ഞാവയുണ്ട്. അന്നേരം ഇപ്പം ഇത് ചെയ്യുന്നു. ചേച്ചിയാണിങ്ങനെ, അവളാണിങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു പൈസയാണ് നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. അവളും PG കഴിഞ്ഞതാ. അവള് BA ആയിരുന്നു, ഹിസ്റ്ററി ആയിരുന്നു. BAയും MA
ആയിരുന്നു. അപ്പം ഞാൻ എന്നാ ചെയ്തേക്കാന്ന് ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെക്കോർഡിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചൊക്കെ ചോദിക്കും. പിന്നെ ക്ലാസ് ചോദിച്ചാൽ സൗകര്യമായത് റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ മടിയാണേ. അപ്പം മിക്കതും ലൈവ് ക്ലാസ് കയറാൻ നോക്കും. കയറാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോ കാണും അങ്ങനെയൊക്കെ. എത്ര ഓക്കെ. അടുത്താരാണ്? സമീറ. സമീറ എവിടെയാണ് വീട്? ഞാൻ സമീറ. എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അതെ, കൊടുങ്ങല്ലൂർ. കല്യാണം കഴിച്ചിരിക്കുന്നത് ആലുവയിലേക്കാണ്. ആലുവ വെളിയത്തുനാട്. പഠിച്ചതൊക്കെ കൊടുങ്ങല്ലൂർ വീടിനടുത്തുള്ള സ്കൂളിലാണ്. +2 അവിടെ തന്നെ. ഡിഗ്രിക്ക് MES കോളേജ് മാറമ്പള്ളി. BSc ഇലക്ട്രോണിക്സ്. അതോട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായില്ല. പിന്നെ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോ മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്തത്. 2 കുട്ടികളുണ്ട്. മൂത്ത പെൺകുട്ടി, രണ്ടാമത്തേത് ആൺകുട്ടി. അവര് 9th-ലും 5th-ലും പഠിക്കണം. ആലുവയിൽ തന്നെയാണോ പഠിക്കുന്നത്? അതെ, ആലുവയിൽ തന്നെയാണ്. മാറങ്കരയിലെ കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു? മാലിയങ്കരല്ല, മാറമ്പള്ളി. മാറമ്പള്ളി MES കോളേജ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. കോളേജ് കോളേജ് ലൈഫ് എല്ലാം നല്ല തന്നെയായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയാൻ ചുമ്മാ ചോദിച്ചതാണ്. ഓക്കെ. ഇപ്പൊ എങ്ങനെയാണ് മോണ്ടിസോറി സെലക്ട് ചെയ്തപ്പോ? പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. PG ചെയ്യാൻ പറ്റാത്ത വിഷമത്തിലിരിക്കായിരുന്നു. അപ്പൊ ഇതിൽ ഇങ്ങനെ PG മോണ്ടിസോറി കണ്ടപ്പോ എനിക്ക് കുറെ ഗ്യാപ്പ് വന്ന കാരണം പിന്നെ പഠിച്ചാൽ കിട്ടുമോന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇത് സംസാരിച്ചിട്ടുണ്ടോ ക്ലാസ്സില്? ഇല്ല. വെരി ഗുഡ്. നിങ്ങൾ നിങ്ങളെ തന്നെ കുറിച്ചുള്ള ഒരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്താരാണ്? സൗമ്യ. പേര് വിളിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മിണ്ടില്ല. സൗമ്യ. ഓക്കെ മിസ്. സൗമ്യ പുരുഷോത്തമൻ ആരാണ്? അല്ല, ഞാനും സൗമ്യാണ്, അതുകൊണ്ടാണ് വന്നത്. ഈ സൗമ്യ പറഞ്ഞോളൂ. സൗമ്യ ഷിജു. എൻ്റെ പേര് സൗമ്യ ഷിജു. എൻ്റെ സ്വന്തം വീട് പത്തനംതിട്ടയിലാണ്. കല്യാണം കഴിച്ചു കൊണ്ടുപോയത് കണ്ണൂരാണ്. എനിക്ക് ഒരു മോനാണുള്ളത്. അപ്പൊ ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ നാട്ടിലെ അടുത്തുള്ള സ്കൂളിൽ, മുറിഞ്ഞകൽ സ്കൂളിലാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിനു മുന്നേ LP ഒക്കെ പഠിച്ചത് ഏഴംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് പത്തനംതിട്ടയിലേക്ക് സെറ്റിൽഡ് ആവുകയായിരുന്നു. അവിടെയാണ് ഞാൻ ബാക്കി ക്ലാസ് എല്ലാം പഠിച്ചത്. ഡിഗ്രി ചെയ്തിട്ടില്ല. അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് DCA, ടാലി അങ്ങനെ എല്ലാം എടുത്ത് പഠിക്കും. കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഓരോ കോഴ്സ് ഇങ്ങനെ എടുത്ത് DCA ചെയ്തു, ടാലി ചെയ്തു. അങ്ങനെയായിട്ട് പിന്നെ ഓപ്പൺ ആയിട്ട് എല്ലാം പറയുകയാണെങ്കിൽ എന്തോ ശേഷമാണോ പഠിച്ചത്? അല്ലല്ല, അതിനു മുന്നേ 2018-ലായിരുന്നു കല്യാണം. അപ്പം ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്ന കാര്യത്തിലായാലും ഓരോ കാര്യങ്ങളും ചെയ്തത്. കാരണം ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഞാൻ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്തു. അവിടെ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഞാൻ മിച്ചം പിടിച്ച് ഞാൻ ഇതുപോലെ DCA, ടാലി ഇങ്ങനെ കോഴ്സുകളൊക്കെ ചെയ്ത് നല്ല ക്ലാസ്സോടെ പാസ്സായി. അപ്പം അത് വിട്ടിട്ട് ഞാൻ സൺ ഡയറക്റ്റിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തു.
അവിടെ ഒരു 2-3 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അതിന് മുന്നേ ഞാൻ വോഡഫോണിന്റെ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്തു. അപ്പം അതിനുശേഷം സൺ ഡയറക്റ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് എൻ്റെ കല്യാണം. അപ്പം അത് റിസൈൻ ചെയ്തു. കല്യാണത്തിന് ശേഷം മോനായി. അതിനുശേഷം പിന്നെ എനിക്കൊന്നും ജോലിക്കോ പഠിക്കാനോ പോകാനുള്ള പറ്റിയില്ല. കാരണം കുഞ്ഞു മോനായതുകൊണ്ട് അവനെ നോക്കി വീട്ടിൽ ഇരിക്കണം. അതുകൊണ്ട് അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ജോലി, സ്വന്തമായി ഒരു വരുമാനം വേണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ എത്രയായാലും നമ്മുടെ ഭർത്താവ് നമ്മൾ ചോദിക്കുന്നതിന് നമുക്കൊരു വരുമാനം തരുമെങ്കിലും നമ്മൾ സ്വന്തമായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു 10 രൂപ ഉണ്ടാക്കുന്നതിൽ ആ ഒരു സന്തോഷവും ആ ഒരു 10 രൂപ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം അതിൽ എനിക്കൊരു നല്ലൊരു ജോലി വേണം എന്നുള്ള ഇങ്ങനെ ആഗ്രഹത്തിലിരിക്കുമ്പോഴാണ് മോനെ വിട്ടിട്ട് എനിക്ക് വെളിയിൽ എവിടെയും പോയി പഠിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ഇത് കണ്ടത്, ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അപ്പം ഞാനൊരു വാർഡ് തലത്തിലാണ് ഞാനിങ്ങനെ മെസ്സേജ് കണ്ടത്. അപ്പം അതിൽ ഞാൻ എന്തായാലും കയറി നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്, ജോയിൻ ചെയ്തു. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചു പോകുന്നു. ഒരു ടീച്ചർ ആവാനാണ് എനിക്ക് ആദ്യം മുതലേ ഒരു ആഗ്രഹം. പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിൽ എനിക്ക് അതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പഠിപ്പിക്കുന്നത്. എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് കൂടെയുണ്ട്, ഏതൊരു ആഗ്രഹം സാധിച്ചു തരാനും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് ആ ഒരു ലെവലിൽ കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ലൈഫ് ദൈവം അറിഞ്ഞെനിക്ക് തന്നതാണ്. അപ്പം ഞാനിപ്പം ഇതിൽ പഠിച്ചു പോകുന്ന എനിക്ക് നല്ലൊരു ടീച്ചർ ആകണം എന്നുള്ളൊരാഗ്രഹമാണ്. ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ആവും കേട്ടോ. സൗമ്യ നല്ലൊരു ടീച്ചർ തന്നെ ആവും. ഇത്രയും എക്സ്പീരിയൻസ് ഇല്ലേ ഇതിന് മുന്നേ അല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അനുഭവിച്ചു. അതിലെനിക്ക് ദൈവം തന്നതാണ് ഈ ഒരു കല്യാണം. ആ ഒരാളെ എൻ്റെ ഹസ്ബൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എന്തോ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സീരിയൽ, ഫിലിം, പിന്നെ കൂടുതലും ഒരു കൊറിയോഗ്രാഫർ ആണ്. അപ്പം ആ ആളുള്ളത് കൊണ്ട് ഞാൻ സന്തോഷമായി ജീവിക്കുന്നു. ഇപ്പൊ എൻ്റെ ലൈഫ് അടിപൊളിയായി സന്തോഷമായി മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് നന്ദി പറയുകയാണ്. വെരി ഗുഡ്. ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇങ്ങനെ പറയണം എന്നാണ് വിചാരിച്ചത്. ഞാനാ പറയുന്നത് അച്ഛനാണ്. അച്ഛനാ വിജേഷ്. ഞാൻ പറയാം. എൻ്റെ പേര് അച്ഛന. ഞാൻ ജനിച്ചു വളർന്നത് വയനാട് ജില്ലയിലാണ്. കല്യാണം കഴിച്ചത് കോഴിക്കോടാണ്. എൻ്റെ സ്കൂൾ ലൈഫ് ഞാൻ പഠിച്ചു വളർന്നത് എൻ്റെ വീട് എന്ന് പറയുന്ന ഒരു വലിയ മലയുടെ മുകളിലായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ നടന്നായിരുന്നു പോവാ. ഇപ്പൊ എന്റെ മോൻ വീട്ടിന്റെ അടുത്തുനിന്ന് വണ്ടി കയറി പോവും. 2-2.5 കിലോമീറ്റർ നടന്നു വന്ന് അവിടുന്ന് ഓട്ടോറിക്ഷ കയറിയിട്ടായിരുന്നു ഞാൻ സ്കൂളിൽ പോകും. ഞാൻ പറയുന്നത് മിസ് വേറെ ആരും വിളിച്ചോ? സ്കൂളിൽ അത്രയും ദൂരം പോയതുകൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയാം. പക്ഷെ ഞങ്ങൾ 4 ആൾ ഒരുമിച്ചായിരുന്നു പോവാ. പോകുന്ന സമയത്ത് ഞങ്ങൾ 2 ഇരട്ട കുട്ടികളും ഞാനും വേറൊരു കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്, ശരണ്യ എന്ന് പറഞ്ഞിട്ട്, വീടിന്റെ അടുത്തുള്ള. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു പോകുമ്പോ ഒരു ദിവസം അവള് പറഞ്ഞു ഇനി ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് പിറ്റേ ദിവസം നോക്കുമ്പോ അവള് ഞങ്ങളെ വിട്ട് പോയ സംഭവം ഉണ്ടായിരുന്നു. അതോർത്തപ്പോ എനിക്ക് സങ്കടം വന്നെ. നന്നായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷെ അവള് പോയൊരു വിഷമം ഇപ്പൊ ഉണ്ട് സ്കൂൾ ലൈഫിനെ കുറിച്ച് ചോദിക്കുമ്പോ. പക്ഷെ ബാക്കിയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ടീച്ചർ ചോദിച്ചു വന്നപ്പോ ഫസ്റ്റ് എനിക്ക് അവളെ ഓർമ്മ വന്നതാ. മനസ്സിലുണ്ടല്ലോ കുട്ടിയായി ഇല്ലേ? ഉണ്ട്. പിന്നെ ചോദിച്ചത് അതിനെ കരച്ചില് അറിയണ്ട. ഇൻസിഡന്റ് ഉണ്ടെന്ന് ഓർത്തല്ലോ ചോദിക്കുന്നത്. അല്ല ഞാൻ ടീച്ചർ പെട്ടെന്ന് പേര് വിളിച്ചപ്പോ ഞാന് കുറച്ച് ഇമോഷണൽ ആയി പോയായിരുന്നു. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത മോൻ 2ാം ക്ലാസ് പഠിക്കുന്നു, ഇളയ മോള് അംഗനവാടി പോകുന്നുണ്ട്. പിന്നെ
സ്കൂൾ ലൈഫ് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയിട്ടില്ലായിരുന്നു. TTCക്ക് കൊടുത്തിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതിന്റെ 2 ദിവസം മുന്നെയായിരുന്നു എന്റെ കല്യാണത്തിന്റെ ഡേറ്റ് വന്നത്. അങ്ങനെ എനിക്ക് അതിന് പോവാൻ TTCക്ക് പോകാനായില്ല. അപ്പം മുതലേ എനിക്ക് TTC പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ടെലികമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. പിന്നെ കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്തു. 2-2.5 കൊല്ലം വർക്ക് ചെയ്ത സമയത്ത് ഞാൻ കസ്റ്റമർ കെയറിൽ കംപ്ലയിൻസ് സെക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് കംപ്ലയിൻസിന് നമുക്ക് കോള് വരും. ഒരു 100-120 കോള് ഡെയിലി നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സംസാരിച്ച് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നം വന്ന സമയത്ത് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. പിന്നെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടത്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തതാണ് ഈ മോണ്ടിസോറി TTCയിൽ. ഇപ്പൊ ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹവും ഇതിലൂടെ നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞ എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്ത് കേട്ടോ. ഇല്ലില്ല. ഞാന് ഒന്നാമത് ഇതിപ്പോ ഇൻസിഡന്റ് ആയിട്ട് കേറാൻ പറഞ്ഞതാണ്. ഇപ്പൊ എന്ത് ടോപ്പിക് എടുക്കാം എന്നുള്ളത് നിങ്ങളെ കൂടെ മാക്സിമം സംസാരിപ്പിച്ചെടുക്കാനുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ് ചോദിച്ചോളൂ, ഞാൻ അവളെ കുറിച്ച് ചിന്തിച്ചു പറയുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫ് മെത്തേഡിനെ കുറിച്ചായിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക് ഞാൻ എടുത്തത് സംസാരിക്കാൻ. അതല്ല മിസ്, ഞാൻ അവളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോയതുകൊണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു പോകുന്നതും, കാരണം ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നു വരില്ലേ, ഈ ഒരു സമയത്തുള്ള എന്താ പറ്റിയതല്ല, വീട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അച്ഛനിങ്ങനെ മരിച്ചു പോയതായിരുന്നു. പിന്നെ അമ്മയും അനിയനും ഏച്ചിയായിരുന്നു ഉണ്ടായിരുന്നു അവൾക്ക്. ആ സമയത്ത് വീട്ടിൽ എന്തോ ഇഷ്യൂ ആണോ എന്താ, അവളില്ല ഞാനിനി ഉണ്ടാവൂല എന്ന് ഞങ്ങളോടൊന്ന് വൈകുന്നേരം പറഞ്ഞിരിക്കുന്നു. പക്ഷെ രാവിലെ ആയപ്പോ അറിഞ്ഞത് ഇങ്ങനെ കിണറ്റിൽ തുള്ളിയിട്ട് അതോർത്തോണ്ട് ഒരു വിഷമം വന്നു. എത്രയുള്ള ആവശ്യം അങ്ങനെ വിചാരിക്കാൻ നമുക്ക് കാരണം ആക്സെപ്റ്റ് ചെയ്യണം അല്ലെ. നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. സൗഹൃദത്തിലുള്ള മനസ്സിലില്ലേ, അത് മതിയില്ലേ. പോവാറുണ്ടോ പോക്കുണ്ട്. ഇപ്പൊ മോണ്ടിസോറി സെലക്ട് ചെയ്ത് എന്തുകൊണ്ടാണ്? ഒരു ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ആദ്യം ഇഷ്ടമായിരുന്നു എനിക്ക് കല്യാണത്തിന് മുന്നേ ഒരു ടീച്ചർ ആവണം എന്നുള്ളത്. അപ്പോ ഈ ഒരു ബേസിൽ തന്നെയാണ് മോണ്ടിസോറി TTC എടുക്കാനുള്ള കാരണം. പിന്നെ കുട്ടികളെ രീതിക്ക് പഠിപ്പിച്ച് എങ്ങനെ പഠിപ്പിക്കാമെന്നും ഒക്കെ അറിയാൻ മോണ്ടിസോറിയിലൂടെയാണ് കൂടുതൽ. സാധാ ഒരു TTC എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ നിന്ന് തരുന്ന കാര്യങ്ങളും മാത്രമേ നമുക്കൊരു ക്ലാസ്സിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു കുട്ടിയെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് ഒരു LKG UKG ടീച്ചർക്കായിരിക്കും അത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുക. അല്ലാണ്ടുള്ള ടീച്ചർമാര് കുറച്ച് ചിലപ്പോൾ ഒരു വടി കൊണ്ട് വലിയ കുട്ടികളെ പഠിപ്പിക്കുന്നതോ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതോ, കുട്ടികളുടെ മനസ്സിൽ എപ്പോ ഒരു ടീച്ചറെ ഓർമ്മയുണ്ടാവുക ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികളെയാ. ഇപ്പൊ എന്റെ ടീച്ചർ അത് ആ കുട്ടി പറയുക കൂടുതലും ഈ 1ലും 2ലും അല്ലെ LKG UKG പഠിക്കുന്ന കുട്ടികളാ പറയാ. മറ്റേ ടീച്ചർ കാണുമ്പോൾ നമ്മൾ കുറച്ച് വീട്ടിലായതുകൊണ്ട് ടീച്ചർ ആണത് എന്നുള്ള ഒരു വിചാരത്തിലാണ് നിൽക്കുക. അപ്പൊ ചെറിയ ക്ലാസ്സിലെ കുട്ടികളായിരിക്കും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുകയും നമുക്ക് കൂടുതൽ ഇടപെടാൻ കഴിയുക ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട്. പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം എല്ലാവരെയും കേട്ടോ. പിന്നെ അടുത്ത ആരാണ്? കല്യാണി എന്നാണോ എന്റെ കല്യാണി കണ്ടിട്ടില്ല. അടുത്ത ആരാണ്? അഞ്ജിത. എന്റെ പേര് അഞ്ജിത. ഞാൻ പഠിച്ചത് വീടിന്റെ അടുത്ത് സ്കൂളിൽ 7ാം ക്ലാസ് വരെ. പിന്നെ ബോയ്സിൽ കൊടുങ്ങല്ലൂരാണ് കേട്ടോ വീട്. പിന്നെ ബോയ്സിലാ പഠിച്ചത്. +1 +2 വരെ അവിടെ പഠിച്ചു. ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു. അസ്മാബി കോളേജ് PV വെമ്പല്ലൂരില് അവിടെ പഠിച്ചു. ഡിഗ്രി മാത്രം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ ഡിസേബിൾഡ് ആണ്, ഹൈറ്റ് കുറവാണ്. അപ്പൊ PSC വീട്ടുകാർ പറഞ്ഞു PSC എഴുതിയാൽ വേഗം കിട്ടും എന്നൊക്കെ പറഞ്ഞു PSC അങ്ങനെ. പിന്നെ കൊറോണ ടൈം ആയിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ. അപ്പൊ പിന്നെ PSC കേടറിഞ്ഞ്. അതൊക്കെ ഏകദേശം മനസ്സിലായി. ഞാൻ PSC 2 ചേരികളിലേക്ക് മനസ്സിലായി.
അത് ഒരു കളിക്ക് എത്തില്ല എനിക്ക് മനസ്സിലായപ്പോ ഞാൻ പിന്നെ എനിക്ക് ടീച്ചറാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ TTCക്ക് ചേർത്തേന്ന് പറഞ്ഞപ്പോ വീട്ടിലെല്ലാവരും പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം ഈ കഥ ഇവിടെ തന്നെ. അപ്പൊ വീട്ടില് വേറെ ആരെങ്കിലും മിസ്സിനോടല്ല ജിസാ മിസ്സിനോട് തന്നെ. അപ്പൊ ഞാൻ പറയട്ടെ, ഡിസേബിൾ ആണെന്ന് ക്ലാസ്സിൽ ഏബിൾ ആയിട്ടുള്ളത് അഞ്ചിയാണ് കേട്ടാ. അങ്ങനെ അല്ല പറയണ്ട, ഡിസബിലിറ്റി ഉള്ളവരാ. ഇല്ല. എന്നിട്ട് ഞാനപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും പറയാം അത് പിള്ളേരെ മൈൻഡാണ്, ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, അപ്പൊ പിന്നെ എല്ലാവരും അത് തന്നെ പറയുമ്പോ എനിക്കും പിന്നെ വലിയ ഇതില്ല. എല്ലാവരും ഇങ്ങനെയുള്ള പറയണ, അപ്പൊ പിന്നെ അവരുടെ ഇതിന് നിക്കാൻ നേരിട്ട് പിന്നെ ഞാൻ ഇതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറയുന്ന പിന്നെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അഞ്ചിടയ്ക്ക് ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്കുണ്ടായിരുന്നു. ആഗ്രഹമുണ്ടോ? അപ്പൊ ടീച്ചർ ആവും അല്ലേ? അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ ഒരു ഫ്രണ്ടിനോട് പറയുമായിരുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ ട്യൂഷൻ എടുത്തു തുടങ്ങി. അപ്പൊ എനിക്ക് പിള്ളേര് എന്നോട് വലിയ കുഴപ്പമില്ല, മിങ്കിളായുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇരിക്കുമല്ലോ കുട്ടികളും. അപ്പൊ ഞാൻ കരുതി ഇത് വീണ്ടും ഒന്നുകൂടെ നോക്കാന്ന് കരുതി. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, അങ്ങനെയാണ് അവൻ പറവൂരാണ് അവന്റെ വീട്. അപ്പൊ ആളാണ് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് നീ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നേ. അപ്പൊ വീട്ടിൽ പറഞ്ഞപ്പോ വീട്ടുകാർ പറഞ്ഞു, അന്നാ നോക്കിക്കോ ഓൺലൈനല്ലേ, വേറെ അപ്പൊ ഇതും നോക്കാലോ. അതും ഇതൊന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോണിപ്പോ. അങ്ങനെയാണ് PSC ഒരു വഴിക്ക് പോണ്ട്, ഇതും ക്ലാസ് അറ്റൻഡ് ചെയ്യണ്. പിന്നെ ഇപ്പൊ ഒരു ചെറിയ ജോലി കയറി, അങ്ങനെ അക്ഷയില് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോണ്. വീട്ടിൽ എന്റെ വീട്ടിൽ അച്ഛനമ്മ ചേട്ടൻ. ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ക്ലാസ്സൊക്കെ ഇഷ്ടമാണോ? ക്ലാസ്സൊക്കെ ഇഷ്ട. അഞ്ചിന്റെ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറാറുണ്ടോ? ഞാൻ എല്ലാ ക്ലാസ്സിൽ കയറാറുണ്ട്. ഞാൻ പിന്നെ മിണ്ടാറില്ല. അതാണ് പ്രശ്നം. എന്താണ് ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ ക്ലാസ്സാണ്, നമ്മളാണ് സംസാരിക്കേണ്ടത്. അല്ല എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് എല്ലാരും. എല്ലാവരും കേട്ടോണ്ടിരിക്കും. അഞ്ചിട്ട് ഇങ്ങനെ ചിരിച്ചാണോ സംസാരിക്കുന്നത്? ഉഷയൊക്കെ സംസാരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടാണോ സംസാരിക്കുന്നത് എപ്പോഴും? നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെയാണോ അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ചിരിച്ചിരിക്കും. സംസാരത്തിൽ ചിരി ഉണ്ടെന്ന് നമുക്ക് തോന്നും കേട്ടോ. ഞാനിപ്പൊ ചിരിക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് നമ്മളെ വിളിക്കുമ്പോഴേ പെട്ടെന്ന് പറയാൻ പറയുമ്പോ കയ്യിന്ന് പോവും. അതാണ് ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്താ ഇത്രയും പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞെങ്കിലോ അറിയാതെ ടീച്ചറെല്ലാം കാണുന്നില്ലല്ലോ. എനിക്ക് കാണാം സംസാരത്തിലൂടെ കേട്ടാ. പിന്നെ എനിക്ക് ഇങ്ങനെ കൊറേ ഇതുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരയും ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ അങ്ങനെ. അപ്പൊ അതും കൂടെ അപ്പൊ പിന്നെ മോണ്ടിസോറി വർക്ക് ക്ലാസ്സും അതൊക്കെ നല്ലതാണല്ലോ. അപ്പൊ എനിക്ക് ഒന്നുകൂടെ അതിന് ഇറങ്ങാന്ന് വെച്ചു. എഴുതാനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ ഹൈറ്റിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഹൈറ്റിന്റെ വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് എന്ത് കുഴപ്പമുണ്ടെന്നാണോ പറഞ്ഞത്? അല്ല ഞാൻ അങ്ങനെയല്ല. ഇല്ല എനിക്ക് ആദ്യമൊക്കെ ഒരു വിഷമമുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ എന്നൊക്കെയാണ് പറയണത്. എനിക്ക് തന്നെ മനസ്സിലായി. അഞ്ചത്തെ ഇങ്ങനെ പറയുന്നത്, ഞാനൊക്കെ എന്തോരം കളിയാക്കലിനെ എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കും. പൊക്കില്ലാന്ന് പറഞ്ഞു ബസ്സിൽ കയറുമ്പോ കളിയാക്കല്, ക്ലാസ്സിലൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. പിന്നീട് അതിനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു കളിയാക്കിക്കോട്ടെ, പറയുന്ന പൊക്കം കുറവ് ഇല്ല എന്നുള്ളത് ഒരു കുറവൊന്നുമല്ല എനിക്ക്. പിന്നീട് അങ്ങനെ ആദ്യം വിഷമം വരുന്നുണ്ടോ എല്ലാവരും കളിയാക്കുമ്പോ. കൂട്ടത്തിൽ നിൽക്കുമ്പോ നമ്മൾ മാത്രം ചേർത്ത് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പിന്നെ എന്നെ ഇങ്ങനെയാണ് ഞാനായിരുന്നു സ്കൂളിൽ ഏറ്റവും പൊക്കലാണ്. പൊക്കമുള്ള ആളാണോ?
ആ എന്നെ ജിറാഫെ ജിറാഫെ എന്ന് വിളിച്ചായിരുന്നു കളിയാക്കുക ക്ലാസ്സിലെ കുട്ടികൾ. കണ്ട ഇല്ല എനിക്ക് ഇപ്പൊ ഇല്ല എനിക്ക് ഇപ്പൊ പ്രശ്നമുള്ള മിസ്സായി. ആദ്യം കുഞ്ഞിലൊക്കെ ആയിരിക്കുമ്പോഴേ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് കരയും. ഇപ്പൊ പക്ഷെ ഞാൻ കുറച്ചുകൂടെ ആരെങ്കിലും ഇപ്പൊ അങ്ങനെ മൈൻഡ് ചെയ്താലും നമ്മത് പറഞ്ഞോട്ടെ, നമുക്കൊന്നും ഒരു വിഷയമില്ല. ആ മറ്റുള്ളവർക്ക് നമ്മളല്ലേ ഞാൻ ഇപ്പൊ അങ്ങനെ വിചാരിക്കണ. കൂടി വന്ന കുറച്ചു നേരം നമ്മളൊന്നും നമ്മുടെ മൈൻഡ് ഒന്ന് ആബ്സെന്റ് ആക്കാൻ പറ്റും കുറച്ചു നേരം. ആ ഒരു സന്തോഷം കിട്ടിക്കോട്ടെ. നമ്മ കിട്ടാതിരുന്നാ മതി. ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ അമ്മയോട് പറയും അവർക്കൊരു മനസ്സുഖം. നമ്മ കുറച്ചുകൂടി ഇങ്ങനെ ആൾക്കാരായിട്ട് ഇപ്പൊ നിങ്ങളായി വരുമ്പോഴേ പണ്ടെന്ന് പറയുമ്പോ നമ്മ വീട്ടുകാരെ കൂടെയുള്ള നടക്കണതും ഇപ്പൊ കുറച്ചുകൂടി ആൾക്കാരെ കണ്ടു തുടങ്ങിയപ്പോ നമ്മള് ആൾക്കാരെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളൊരു ഇത് അറിഞ്ഞപ്പോ ഓക്കെ ഞാൻ അഞ്ജിത, ഇതെന്താ അഞ്ജിത അർജുൻ അഞ്ജു എന്നിട്ടാക്കുന്നത്? അങ്ങനെ എന്താ അത് പേര്? അച്ഛന്റെ പേര് അർജുന്. അഞ്ജു എന്ന് വിളിക്കുന്ന അഞ്ജിത തന്നെയാണോ? അത് ഞാൻ അല്ല ഞാൻ ഇങ്ങനെ വെറുതെ എല്ലാരും ഓട്ടോമാറ്റിക് അല്ലല്ല കൊറേ പേര് അങ്ങനെ വിളിക്കും, മഞ്ജുന്ന് വിളിക്കും. അങ്ങനെ ചുമ്മാ ഒന്ന് ഷോർട്ടാക്കി ഇട്ടത്. ഓക്കെ, പരിചയപ്പെടാൻ പറ്റിയത് സന്തോഷം കേട്ടോ. അടുത്ത ഫാത്തിമ ഹാരിസ് ഉണ്ടോ? യെസ് മിസ്. ഞാന് എന്റെ വീട് എന്താണ് എവിടെയാ പഠിച്ചത്? എന്റെ വീട് പനങ്ങാടാണ്. ഞാൻ പനങ്ങാട് എന്ന് പറയുമ്പോ ലേക്ക് എറണാകുളം. ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലൊക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ അടുത്താ. ഫിഷറീസ് കോളേജ് ഒക്കെ കേട്ടിട്ടുണ്ടോ മിസ്? പനങ്ങാട് ഈ മരട് ആ സൈഡാണോ പനങ്ങാട് എന്ന് പറയുന്നത്? അത് തന്നെ അത് തന്നെ. ഓക്കെ, അറിയാം. എന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ. ഞാൻ പഠിച്ചത് വൈറ്റിലയിലാണ് പഠിച്ചത്. നേരത്തെ അജീന പറഞ്ഞപ്പോഴത്തെ 6th സ്റ്റാൻഡേർഡ് വരെ ഞാൻ പഠിച്ചത് കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും ഞാൻ മറന്നത് അജീന പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. 6ാം ക്ലാസ് വരെ നടന്നായിരുന്നു. ഒരുപാട് നടക്കാനുണ്ട്. ഇങ്ങനെ ഇടവഴികളും അമ്പലങ്ങള്, പിന്നെ വലിയ ഇങ്ങനെ പഴയ വീടുകള്, നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. 6ാം ക്ലാസ് വരെ അങ്ങനെ. എന്താ മിസ്? ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഒരു സുഖമല്ലേ, വഴികളും അമ്പലങ്ങളൊക്കെ. ഇപ്പൊ ഇനി അതൊന്നും കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പൊ ഇല്ലാന്ന് തന്നെ തോന്നണ്. എന്റെ കല്യാണത്തിന് ശേഷം ഞാൻ സ്കൂളിൽ പോയിരുന്നു. പക്ഷെ അത് നടന്നല്ല പോയത്, ബൈ റോഡാണ് പോയത്. പക്ഷെ അന്ന് പക്ഷെ ഒരുപാട് വ്യത്യാസം വന്നു സ്ഥലങ്ങളൊക്കെ. ഞങ്ങൾ പോയിരുന്ന തരത്തിലുള്ള സ്ഥലങ്ങളൊന്നും അല്ല. ഇപ്പൊ നിറച്ച് വീടുകളൊക്കെ വന്നു. അന്ന് ഒരുപാട് ഏരിയകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 7ാം ക്ലാസ് തൊട്ട് പിന്നെ ഞാൻ വൈറ്റിലയിലാണ് പഠിച്ചത്. പിന്നെ +2 കച്ചേരിപ്പടിയില്. അതിനുശേഷം കോളേജ് എടത്തലയിലായിരുന്നു, അല്ലമീനില്. പിന്നെ കോളേജ് കഴിഞ്ഞ് ഞാൻ കുറച്ചുനാള് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ജോലിക്കൊന്നും പോയില്ല. ഇടക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ പോവുമായിരുന്നു. അതിനുശേഷം പിന്നെ കോവിഡിന് മുമ്പ് ഒരു വർഷമാണ് ഞാൻ കോവിഡ് വരണേക്ക് മുമ്പുള്ള വർഷത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ കോവിഡിന്റെ സമയത്ത് പിന്നെ ജോലിയൊക്കെ പോയി. അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. അക്കൗണ്ട്സ് ആയിരുന്നു ഞാൻ. അപ്പൊ ആ ഫീൽഡിൽ തന്നെ ട്രൈ ചെയ്തത്. പക്ഷെ കുറെ ഗ്യാപ്പ് വന്നതുകൊണ്ട് എന്റെ ടച്ച് ഒക്കെ വിട്ട്. എനിക്കൊന്നും 1-2 ഇന്റർവ്യൂസിനൊക്കെ പോയെങ്കിലും ഒന്നും ശരിയായില്ല. പിന്നെ അപ്പൊ ഭയങ്കര മടിയായി പിന്നെ ആ ഫീൽഡിലോട്ട് നോക്കാനായിട്ട്. പിന്നെ അങ്ങനെ ജോലിയൊന്നും നോക്കിയില്ല. കുറെ നാൾ അങ്ങനെ പോയി. പക്ഷെ പിന്നെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഈ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അതും ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ കാണുമായിരുന്നു ഒരുപാട്. അങ്ങനെ യൂട്യൂബ് ചാനൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഈ കോഴ്സിനെ കുറിച്ച്, ഇതല്ല വേറൊരു കോഴ്സിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്ത് ലാസ്റ്റാണ് സ്മാർട്ട് സ്ട്രീനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ പിന്നെ അതിനു മുമ്പ് ഞാൻ എന്റെ വീട്ടില് എന്റെ അമ്മയുടെ 2 അനിയത്തിമാര് ടീച്ചേഴ്സാണ്.
എന്റെ കസിൻസ് ഉണ്ട്, അവരും ടീച്ചേഴ്സാണ്. അപ്പൊ ഞാൻ ചെറുതായിരുന്നൊക്കെ ഇരിക്കുമ്പോ അവര് പറയുമായിരുന്നു TTC പഠിക്കുന്ന ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണതിന് മുമ്പ്. പക്ഷെ അപ്പൊ എനിക്ക് പഠിക്കണ ഇഷ്ടമാണ്, സാരി ഉടുക്കണ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ആ ഒരൊറ്റ റീസൺ കൊണ്ട് ഞാൻ അതിന് പോയില്ല. ഇപ്പൊ എനിക്ക് അത് ഓർക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ. പിന്നെ അതിനെല്ലാം കല്യാണം കഴിഞ്ഞ് കുറെ സമയം കിട്ടി, അപ്പോഴും ഒന്നും ആ ചിന്തയെ വന്നില്ല. പിന്നെ അപ്പൊ ഇപ്പൊ വിചാരിച്ച എന്തുകൊണ്ട് എന്തായാലും ഇനി TTCയും B.Edനൊന്നും ഇനി പോകാൻ പറ്റില്ല. അപ്പൊ ഇതാകുമ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ, അപ്പൊ എന്തായാലും ഈ കോഴ്സ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഇതില് ജോയിൻ ചെയ്തു. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ് ഒന്നും കുഴപ്പമില്ല മിസ്, അടിപൊളിയാണ്. നിങ്ങൾ കയറിയ സമയത്ത് നല്ല സ്ട്രെങ്ത് ഉണ്ടായി. ഇപ്പൊ നോക്കിയേ എത്ര പേരുണ്ടെന്ന് നോക്കി. നിങ്ങൾ ആകെ 12 പേരുള്ളൂ. 12 അല്ല, 11 പേരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? കുറെ പേര് ടീച്ചിങ് പ്രാക്ടീസിനും ഉണ്ട്. ആണോ? അതുകൊണ്ടാണോ? പക്ഷെ ഇതിലും കൂടുതൽ ഉണ്ടാവാറുണ്ട്. ഇന്നലെയൊക്കെ ഇതിലും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. കുറച്ചുപേര്, എല്ലാവരും അല്ല, കുറച്ചുപേര് പോയി തുടങ്ങിയിട്ടുണ്ട് ടീച്ചിങ് പ്രാക്ടീസിന്. നിങ്ങൾക്ക് എന്താണ് പ്രാക്ടീസ്? ഞാന് ഇപ്പൊ നാട്ടിലല്ല, പുറത്താണ്. അപ്പൊ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കണുള്ളൂ, ഒന്നും ആയിട്ടില്ല. എവിടെയാ സ്ഥലം? ഞാൻ UAE-ലാണ്. ഓക്കെ, താങ്ക് യു മിസ്. ഞാനാണ് ഷംന. എന്റെ പേര് ഷംന. ഞാൻ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത്. പഠിച്ചതൊക്കെ ഇവിടെ എന്താ? മലപ്പുറത്ത് എവിടെയാണ്? മലപ്പുറം ചേലേമ്പ്ര എന്ന് പറയും. ചേലേമ്പ്ര. എനിക്ക് കോട്ടയ്ക്കൽ എന്നൊരു സ്ഥലം അറിയാം. കോട്ടയ്ക്കൽ ഇവിടുന്ന് കുറച്ച് ദൂരാണ്. ഇവിടെ അടുത്തായിട്ട് വരും വീട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്തായിട്ട് വരും വീട്. പഠിച്ചതൊക്കെ ഇവിടെ അടുത്തൊരു സ്കൂളിൽ തന്നെ. പിന്നെ ഡിഗ്രി ഫാറൂഖ് കോളേജ് ആയിരുന്നു കാലിക്കറ്റ്. BA ഫങ്ഷണൽ ഇംഗ്ലീഷ്. അത് കഴിഞ്ഞ് മാരേജ്. BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ആയിരുന്നു ഡിഗ്രി. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു. പിന്നെ കുട്ടികളായി. പിന്നെ ഇപ്പൊ ഒരു 7 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് മോണ്ടിസോറി ജോയിൻ ചെയ്തത്. ക്ലാസ് ഇതേമാതിരി പേടിയായിരുന്നു ആദ്യം. ടച്ച് വിട്ടപ്പോ പക്ഷെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറണം കേട്ടോ. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ഓക്കെ മിസ്. കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് സംസാരിക്കണം കേട്ടോ. ഓക്കെ. പിന്നെ ആരാണ്? എല്ലാവരും അയന സംസാരിച്ചു. ഷംന, ശ്യാമള, അഞ്ജിത, ഫാത്തിമ ഹാരിസ്, സൗമ്യ, ഷിജു, സബീഷ്, ഷമീർ. എന്റെ പേര് സാബിറ എന്നാണ്. എന്റെ നാട് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ്. ഞാൻ പഠിച്ചതൊക്കെ കൊടുങ്ങല്ലൂര് തന്നെ. ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല. ഡിഗ്രി ഫൈനൽ ഇയർ എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ മാസ്റ്റർ അക്കൗണ്ടിങ് കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ ട്യൂഷൻ എടുക്കുന്നുണ്ട്. 13 കൊല്ലത്തോളമായി ട്യൂഷൻ എടുക്കണത്. എടുക്കുന്നുണ്ട്. 10th സ്റ്റാൻഡേർഡ് വരെ എടുക്കുന്നുണ്ട്. ടീച്ചർ ആവാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കുന്ന കാലത്ത് അക്കൗണ്ടന്റ് ആവാനായിരുന്നു താല്പര്യം. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് പിന്നെ അത് വിട്ടു. പിന്നെ ട്യൂഷൻ എടുത്തിരുന്നത് കൊണ്ട് പിന്നെ ടീച്ചറിലോട്ട് മാറി. ഇപ്പൊ ഓൺലൈനായിട്ടും പിന്നെ വീട്ടിലും ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതാണ്. ഞാൻ ജൂണില് പോകാന്ന് വിചാരിച്ചിരിക്കുക. അപ്പോ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമല്ലേ ഇപ്പോ. സ്കൂള് എക്സാം ടൈം കാരണം ഇപ്പൊ പോണില്ല. മിസ്, ടീച്ചിങ് പ്രാക്ടീസിന് ഇപ്പൊ ഇന്ന ടൈം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോ പോവാവോ? സ്പെസിഫിക് ടൈം ഒരെണ്ണം ഉണ്ട്.
നിങ്ങളോട് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഷംസ് എന്താ പറഞ്ഞത്? ഇപ്പൊ കുറച്ചുപേര് പോയി തുടങ്ങിയിട്ടുണ്ട്, അതാ ഞാൻ ചോദിച്ചത് മിസ്സിന്റെ അടുത്ത്. മൊഡ്യൂൾ 1 കഴിഞ്ഞതിന് ശേഷം പോയാ മതി എന്നാ പറഞ്ഞത് മിസ്. അതാ നല്ലത്. മൊഡ്യൂൾ 1 കഴിഞ്ഞതിന് ശേഷം അപ്പൊ കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്ത് കഴിയുമ്പോ നമുക്കൊരു ഇത്തിരിയും കൂടി കോൺഫിഡൻസ് വരും എന്നാ മിസ് പറഞ്ഞു. മൊഡ്യൂൾ 1 കഴിയുമ്പോഴാണ് ആ ക്ലാസ്സുകൾ ഓരോന്ന് കഴിയുമ്പോൾ സൈക്കോളജി കംപ്ലീറ്റ് കഴിയും നിങ്ങൾ എന്തായാലും. അത് കഴിയുമ്പോ പോണതാണ് നല്ലത്. കുറച്ചും കൂടി എനിക്കൊന്നും അറിയാത്ത രീതിയിൽ പോകാൻ നല്ലത്, എന്തെങ്കിലും അറിഞ്ഞിട്ട് പോകുന്നതല്ലേ നല്ലത്. ഓക്കെ മിസ്. അപ്പൊ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ കുറെ പേര് എക്സ്പീരിയൻസ് വേറെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ രണ്ടും അത് പ്രതീക്ഷിച്ചിട്ട് വേണം സ്കൂളിലേക്ക് ചെല്ലേണ്ടത് കേട്ടോ. അപ്പൊ ഒന്നുകിൽ കുട്ടികളിൽ നിന്നാവാം, ടീച്ചേഴ്സോ അല്ലെങ്കിൽ മറ്റധ്യാപകരിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പൊ അത് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മെ പേടിപ്പിക്കുന്നതല്ല, നമ്മളെല്ലാം ഭയങ്കര എല്ലാം നല്ല രീതിയിൽ നടക്കും വിചാരിച്ചു പോയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടാവുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവർ റാഷായിട്ട് സംസാരിക്കും. സ്കൂളല്ലേ, അപ്പൊ അതിൻ്റെതായ ആധികാരികതയിൽ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് നിങ്ങൾ ആസ് എ ടീച്ചർ എന്ന നിലയിൽ ആ ഒരു സ്പിരിറ്റിൽ അത് എടുക്കണം കേട്ടോ. പിന്നെ ചിലവർക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും, ലക്ക് നല്ല മൊമെന്റിൽ കിട്ടാം. നമ്മളുടെ ഒരു ലക്ക് പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ സ്കൂളില് ഒരു കുറച്ച് ദിവസങ്ങളാണെങ്കിൽ കൂടി എന്താണ് അത് നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കാൻ കഴിയണം. അപ്പൊ മൊഡ്യൂളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറെ കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏത് രീതിയിൽ. പ്രത്യേകിച്ച് നിങ്ങൾ സംസാരിക്കാനായിട്ടാണ് പഠിക്കേണ്ടത് ഇപ്പൊ കേട്ടോ. ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കേണ്ടി വരും. അതുപോലെ സംസാരിച്ചാൽ മാത്രം നിങ്ങൾ പ്രത്യേകിച്ച് മോണ്ടിസോറി ടീച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത്യാവശ്യം നമ്മൾക്ക് സംസാരിക്കാൻ ഒരു കാപ്പബിലിറ്റി ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും സംസാരിച്ചില്ല, നിങ്ങൾ നിങ്ങളെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? അപ്പൊ അതേപോലെ നിങ്ങൾ എല്ലാ ടീച്ചേഴ്സും അത് പറയും, നിങ്ങൾ ഇച്ചിരി സംസാരിക്കാൻ പുറകോട്ടാണ്. പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നവരാണ്. നിങ്ങൾ എന്തോ പേടിയോ അല്ലെങ്കിൽ ഒരു എന്താണെന്ന് അറിയില്ല, മുന്നോട്ട് വരാനുള്ള ഒരു എന്തോ ഒരു ബാരിയർ ഉള്ള പോലോ. പക്ഷെ ഇപ്പൊ ഒന്ന് കണ്ടോ, ഇന്നിപ്പോ സാവധാനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ എല്ലാവരും സംസാരിച്ചു. ഈ സൗമ്യ അഞ്ചിതനെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ക്ലാസ്സില്, സംസാരം പോലും കേട്ടിട്ടില്ല. പക്ഷെ അവരെ കുറിച്ച് പറയാനുള്ള ഒരു ടോപ്പിക് കൊടുത്തപ്പോ അവര് പറഞ്ഞാണ്ടോ. അപ്പൊ അതാണ്, നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, നിങ്ങൾ വിനിയോഗിക്കാത്തത് കൊണ്ടാണ് അതിങ്ങനെ ഉണങ്ങി കിടക്കുന്നത്. അപ്പൊ ആദ്യം ഇവിടെ മൊഡ്യൂള് തീർക്കാനല്ല, നിങ്ങൾ ആദ്യം സംസാരിക്കാൻ പഠിക്കണം കേട്ടോ. ഒരു അവിടെ ചെന്നതിന് ചിലപ്പോൾ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ കുറെ പേരുടെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ വരും. ഏതൊരു ക്ലാസ് ആണ്, ഒരു സ്കൂളാണ്, അതൊന്നും വിചാരിക്കണ്ട. ഞാനൊരു ടീച്ചറാണ്, ഞാൻ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണെന്നുള്ള ഒരു ഫുൾ കോൺഫിഡന്റിലായിരിക്കണം പോണേ കേട്ടോ. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, എന്തും വിചാരിച്ചോട്ടെ, എങ്ങനെ വേണേലും നോക്കിക്കോട്ടെ. ചിലവരെ നോട്ടം കൊണ്ടുപോലും നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നാം അല്ലെ? അയ്യോ, അപ്പൊ തന്നെ വിചാരിക്കും അയ്യോ എന്തിനാണോ എന്നെ അങ്ങനെ നോക്കിയത്, നിങ്ങൾ നോക്കണെന്താണ്, അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊന്നും വിഷമിക്കുന്ന, നിങ്ങളൊരു ടീച്ചറാണ്, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലെ? എല്ലാവരാൽ അംഗീകരിക്കപ്പെടുന്ന ടീച്ചറായിരിക്കും. നമ്മൾ അന്ന് ആലോചിച്ച് നോക്കി, സമൂഹത്തിൽ ഏറ്റവും നല്ലൊരു പദവി തന്നെയല്ലേ, ഒരു പൊസിഷൻ അല്ലേ ടീച്ചർ, അധ്യാപിക എന്ന് പറയുന്നത് അല്ലേ? അതെ, എല്ലാവർക്കും ഒരു ബഹുമാനായിരിക്കും ബഹുമാനമുള്ളൊരു നമ്മള് ഇപ്പൊ പഠിപ്പിച്ചു കഴിഞ്ഞ് അതെത്ര പ്രായമായാലും കുട്ടികളാകുമ്പോൾ നമ്മൾ എന്താ വിളിക്കുന്നത്, ടീച്ചറിലാണ്. ആ ഒരു പൊസിഷൻ എപ്പോഴും മാറുന്നില്ല അല്ലെ? ആ ഒരു മനസ്സിലെ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും അധ്യാപിക എന്നൊരു പേര് അതുപോലെ അതിലൊരു ഫോട്ടോ വരുന്നില്ല. അപ്പൊ നല്ല അധ്യാപികനായിട്ട് അധ്യാപികയായിരിക്കണം, നിങ്ങളെ സാധിക്കും. ഇപ്പൊ സൗമ്യൊക്കെ പറഞ്ഞ സൗമ്യ, നിങ്ങൾ എല്ലാവരും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അല്ലെ? ഒരുപാട് കടമ്പകൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ, അത് തന്നെയാണ് ആ അനുഭവങ്ങളാണ് നമ്മളെ നല്ലൊരു അധ്യാപികയായിട്ട് തീർക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ അപ്പൊ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു വന്നത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് നല്ലതേ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ സാധിക്കും, നല്ല രീതിയിൽ ആ ഒരു ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനും ഇവിടെ വന്ന് പറയണം സ്കൂളിൽ പോയിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഭയങ്കര പ്രസന്റ് ആയിരിക്കണം, ഓരോ ദിവസം പ്രസന്റ് ആയിട്ട് ക്ലാസ്സിൽ പോവാം. നിങ്ങൾക്ക് പറ്റാവുന്ന ആക്ടിവിറ്റീസിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവരോട് സംസാരിക്കുക, അവരെ കളിപ്പിക്കുക, അവരോട്
ചിരിപ്പിക്കുക, അവരെ മാക്സിമം ചിരിപ്പിച്ച് ഹാപ്പി ആക്കാൻ ശ്രമിക്കണം. ദെൻ ശാസിക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയായിരിക്കണം നിങ്ങളുടെ ക്ലാസ്. ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ക്ലാസ്സിന് കേട്ടോ. ഞാനിപ്പം പറയുന്ന പോലെ നിങ്ങളുടെ ക്ലാസ്സിന് ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ എന്താണോ അവിടെ ചെയ്യിപ്പിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി ആ ഒരു ടോപ്പിക് എന്തായിരിക്കും അതിനെപ്പറ്റി ഒരു മാറ്റർ കുട്ടികൾ നന്നായി പഠിപ്പിക്കുക. പിന്നെ അതിനുശേഷം എന്താണ് ആ ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾ എന്ത് പഠിച്ചു എന്നൊരു കൺക്ലൂഷനിലായിരിക്കണം നിങ്ങളുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ കേട്ടോ. അങ്ങനെ ആയിരിക്കണം പഠിപ്പിക്കുന്നത്. പിന്നെന്താണ്, പിന്നെ ഒരു കാര്യം, മാക്സിമം പറ്റുന്നവരാണെങ്കിൽ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുക. കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ എന്തായാലും ഒരു ഇന്റേൺഷിപ്പ് സ്കൂളൊക്കെ ഇപ്പൊ ജൂൺ വരെ പറഞ്ഞില്ല, ജൂൺ വരെ സമയം എടുത്തുള്ളവരാണെങ്കിൽ കിട്ടുന്ന ഓരോ പുസ്തകങ്ങളും ലൈബ്രറിയൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒരു പുസ്തക വായന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. കാരണം സ്കൂളിൽ ചെന്ന കുട്ടികളോട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അനുഭവം പറയുന്നുണ്ടെങ്കിലോ എന്താണ് ആ വായിക്കുന്ന പുസ്തകത്തിലൂടെയുള്ള എന്തെങ്കിലും കഥകളോ അനുഭവങ്ങളോ ഒക്കെ അവിടെ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ ഒരു ടീച്ചർക്കും ഒരു ദിവസം എന്തായിരിക്കും പറയാനൊന്നും പറ്റില്ല അല്ലേ. ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുട്ടികളോട് പറയാൻ വേണ്ടേ, അവരോട് സംസാരിക്കണ്ടേ, അവരെ കൊണ്ട് സംസാരിപ്പിച്ചെടുക്കണ്ടേ. നിങ്ങളെപ്പോലെ മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ എന്താണ് അവരെ സംസാരിപ്പിക്കണം, അവരെ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ പ്രാപ്തരാക്കണം. നിങ്ങൾ പോകുന്ന സമയത്ത് ആ കുട്ടികൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഇത്രയും ദിവസം ഒരു 15 ദിവസം ആയിരിക്കും ചിലപ്പോ അല്ലെ. എത്ര ദിവസമാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്? 22 ദിവസം. 22 ദിവസം. ഓ, നല്ല ടീച്ചറാവാനുള്ള ഏറ്റവും ബെറ്റർ ഡേയ്സ് ആണ് അത്. അപ്പോ എഴുതുക വേണം. ഫസ്റ്റ് ക്ലാസ് ഇത് എടുത്തു തുടങ്ങി അന്ന് മുതലുള്ള അനുഭവങ്ങൾ 22ാം ദിവസം വരെയുള്ള അനുഭവങ്ങള് ഒരു ഡയറിയിലൊന്ന് കുറിച്ചു വെക്കുക. എപ്പോഴെങ്കിലും അത് പിന്നീട് വായിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും കേട്ടോ. നല്ല ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സ്കൂളിലെ ആ ഒരു ദിവസങ്ങൾ. മിസ്സേ, പോയ കുട്ടികളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ എഴുതണം എന്ന് പറഞ്ഞിരുന്നേ അന്നത്തെ കാര്യങ്ങള്. ആരാണ്? സാബിറയാണ്. ഞാൻ പോയിരുന്ന ഒരു കുട്ടിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവർക്ക് ദിവസം സ്കൂളില് എന്താണോ ടോപ്പിക് കൊടുത്തിട്ടുള്ളത് അതിനെ കുറിച്ച് എഴുതാനും എക്സ്പീരിയൻസ്. ടീച്ചിങ് ലെസൺ പ്ലാൻ ആണോ? ആ, അതെ അതെ അതെ. ടീച്ചിങ് പ്ലാനിനെ പറ്റി നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നേക്കാം വിശാന സർ, അതെങ്ങനെ എഴുതണമെന്ന്? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. വരുന്ന കുട്ടികളോടെ ചിലപ്പോൾ അത് എടുക്കുമായിരിക്കും. വരുന്ന പാർട്ടിൽ അത് ടീച്ചർ തന്നെ പറഞ്ഞു തരികയായിരിക്കും കേട്ടോ. അത് സംസാരിക്കാം. നിങ്ങൾ എഴുതാൻ പഠിക്കണം. അതായത് അങ്ങനെയാണ് ഒരു ടീച്ചിങ് ലെസൺ പ്ലാൻ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചിങ് മാനുവൽ എന്ന് പറയും. അന്നത്തെ ദിവസം ഏത് ടോപ്പിക്കാണ് എടുക്കുന്നത്, എന്ത് ആക്ടിവിറ്റിയാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങളാണ്, സ്ട്രക്ചറാണ്, ക്ലാസ്സിന്റെ സ്ട്രക്ചർ അന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും എഴുതേണ്ടി വരും. അപ്പൊ അത് എങ്ങനെയാണ് നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇതിൽ ടിഷാൻസ് ആരെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ആ ഫോർമാറ്റ് അനുസരിച്ച് നിങ്ങൾ അത് എല്ലാ ദിവസവും റെക്കോർഡിൽ തയ്യാറാക്കിയിരിക്കും. അത് എളുപ്പമാണ്. എന്തെടുക്കുന്നു എന്ന് എന്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, എന്ത് ആക്ടിവിറ്റി അവിടെ ചെയ്യിപ്പിച്ചു, കുട്ടികൾ അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, അതിൽ നിന്ന് കുട്ടികൾക്ക് എന്ത് മനസ്സിലായി, ആ ഒരു പഠനാനുഭവം എങ്ങനെയായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഒരു ഫോർമാറ്റ് ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ്. അത് പറഞ്ഞു തരും പിന്നീട് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും അത് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ പോയ കുട്ടികൾക്ക് അത് അറിയില്ല. സാബിറ, പറയൂ മിസ്. ഇപ്പൊ പോയ കുട്ടികൾക്ക് ടീച്ചിങ് മാനുവൽ ഇല്ലാതെയാണോ പോയിരിക്കുന്നത്? ഇല്ല, അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ദിവസത്തെ അല്ലെങ്കിൽ ഇപ്പെന്നാണോ കൊടുത്തത്, ടീച്ചേഴ്സ് ആണോ കൊടുത്തത്? അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല കൂടുതലായിട്ടും. മിസ് ഒരു മോഡൽ കാണിച്ചിരുന്നു. കാണിച്ചായിരുന്നോ? ഓക്കെ, അപ്പൊ കാണിച്ചിട്ടുണ്ട് കേട്ടോ സാബിറ. ക്ലാസ് നോക്കണം ഏതാന്ന് വെച്ചാൽ. ഓക്കെ മിസ്. ഓക്കെ, ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടില്ലേ? പിന്നെ മാക്സിമം നിങ്ങൾ സാരി എടുത്ത് പോകാൻ ശ്രമിക്കണേ, അത്രേ പറയാനുള്ളൂ. സാരി ഒരു അപ്പിയറൻസ് ആണത് കുട്ടികൾക്ക്. ചുരിദാറിനേലും നല്ലത് ഒരു അധ്യാപിക എന്ന ആൾക്കൊക്കെ തന്നെ സാരി എടുക്കുന്നതാണ് അവരെ ഉചിതം. പറ്റുന്നവരെ മാക്സിമം അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ക്ലാസ്സിൽ കയറാൻ പറയണം. വളരെ ലെങ്ത്
ക്ലാസ് സ്ട്രെങ്ത് കുറവാണ് ഇപ്പൊ ക്ലാസ്സിൽ കയറുന്ന കുട്ടികളുടെ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവര് കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരോട് കയറാൻ പറയാട്ടോ. ഓക്കെ ഓക്കെ, പിന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഞാന് എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ ഞാനിങ്ങനെ ചോദിച്ചായിരുന്നേ,